എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ട് വെറും 10-15 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന തനി നാടൻ രീതിയിലുള്ള നല്ലൊരു ലഞ്ച് ബോക്സ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു ഈസി പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സായി അരിഞ്ഞെടുത്ത് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്ത ശേഷം മീഡിയം തീയിൽ തന്നെ വെച്ച് 2 മിനിറ്റ് നമുക്കിത് തുറന്നു വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് മൂടി വെച്ച് വേവിച്ചാൽ ക്രിസ്പി ആവാതെ ഇത് സോഫ്റ്റ് ആവും. അതുകൊണ്ട് തുറന്നു വെച്ച് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്നുകൂടി ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നമുക്കിത് തുറന്നു വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4 മിനിറ്റോളം തുറന്നു വെച്ച് വേവിക്കുമ്പോഴേക്കും ഇതിൻ്റെ സൈഡെല്ലാം കുറച്ചൊന്ന് ക്രിസ്പിയായി ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് പാകത്തിനൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടും വരെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മുറിച്ച് നോക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ പാകത്തിനൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് 3-1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടാനായിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. കുട്ടികൾക്ക് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടും നല്ലൊരു കളറിന് വേണ്ടിയും ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള സാധാ മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. മുളക് പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും വരെ തുറന്നു വെച്ച് തന്നെ ഇതുപോലെ തുടർച്ചയായി ഇളക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മുട്ടയിലേക്ക് 2 നുള്ള മഞ്ഞൾപ്പൊടിയും 2 നുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചൂടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ നന്നായി കൂട്ടി തന്നെ വെച്ചിട്ട് മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ പതുക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു സൈഡൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൂടി വേവിച്ചെടുക്കാം. സമയമുണ്ടെങ്കിൽ ഇതിൽ സവാള, പച്ചമുളക്, തക്കാളി, മല്ലിയില എന്നിവയൊക്കെ ചേർത്ത് ഓംലെറ്റ് തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. 2 സൈഡും പാകത്തിനൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ ഇതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് 3-4 മിനിറ്റ് കൊണ്ട് നല്ലൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം. അതിനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു 10-15 ഉണക്ക ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം 2-3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് തേങ്ങ ഒന്ന് ഡ്രൈ ആയി കിട്ടും വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ അളവിൽ തയ്യാറാക്കി ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. തേങ്ങ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് മുളക് പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറിക്കിട്ടിയാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു കഷ്ണം വാളം പുളിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. പുളിക്ക് പകരം പുളിയുള്ള പച്ചമാങ്ങ ചേർത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ചമ്മന്തി പോലെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് വേണ്ട 3 സൈഡ് ഡിഷുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കാം. ആദ്യം തന്നെ ചോറിട്ട് കൊടുക്കാം. ചോറിൻ്റെ മുകളിലായിട്ട് ഓംലേറ്റും പൊട്ടറ്റോ ഫ്രൈയും ചമ്മന്തിപ്പൊടിയും വെച്ച് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഈസി ലഞ്ച് ബോക്സ് റെസിപ്പികളും സിമ്പിൾ ലഞ്ച് റെസിപ്പികളും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്